ഹായ്, വെൽക്കം ടു ഐഷൂസ് ട്രൈ മൈ കിച്ചൻ. ഇന്ന് ഞാൻ ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. ബീഫിനെ കൊണ്ടുള്ള ഇറച്ചിച്ചോറാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1/2 കിലോ ബീഫ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ഉറ്റിക്കുന്നത്. 1/2 കഷ്ണം ചെറുനാരങ്ങേൻ്റെ നീരാണ്. അപ്പോൾ നമ്മൾ ഈ ബീഫിൻ്റെ പീസസ് ചെറുതായിട്ടാണ് അരിഞ്ഞത്. ഇറച്ചിച്ചോറിനൊക്കെ ചെറിയ പീസ് വേണം, അപ്പോൾ അതിനെക്കൊണ്ട് അങ്ങനെ അരിഞ്ഞത്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 3/4 സ്പൂണ് മുളക് പൊടി, പിന്നെ നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി വേണം. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു സ്പൂണൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും അളവ് മാറ്റി മാറ്റി എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 സവാള നീളങ്ങനെ അരിഞ്ഞത്, ഒരു തക്കാളി, പിന്നെ പെരിഞ്ജീരകം ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 10 എണ്ണം വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണം വേണം, 3 പച്ചമുളക്, ഒരു 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും പെരിഞ്ജീരകം കൂടി ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഇനി സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിലാണ് ബീഫൊക്കെ വേവിക്കുന്നത്, അപ്പോൾ അതാണ് കുക്കർ എടുത്ത്. ഓക്കെ, അപ്പോൾ സവാള 2 എണ്ണം നീളങ്ങനെ അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാനൊരു 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്തത്. അതിലേക്കാണ് സവാള ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഒരു അത്യാവശ്യം വഴന്ന് കഴിഞ്ഞാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പെരിഞ്ജീരകം കൂടി മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ആയിരുന്നു എടുത്തത്, അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇനി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാല ചേർക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് മീറ്റ് മസാലയാണ് ചേർത്തേണ്ടത്. അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് വെച്ച ആ ബീഫ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്താണ്ട് എന്നിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുക. ഞാൻ ഒരുപാട് സ്പെഷ്യൽ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഒരുപാട് കോഴിക്കോട് സ്പെഷ്യൽ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്യുക. ഐഷൂസ് ട്രൈ മൈ കിച്ചൺ എന്നാണ് പേര്. അപ്പം അത് കയറി നോക്കിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് കറിയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്തണം. അപ്പോൾ 1 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളമാണ് വേണ്ടത്. ബീഫ് വേവാനുള്ള ഒരു വെള്ളം വേണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഇപ്പം ചേർത്തുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വേവിക്കണം. അപ്പോൾ ബീഫിന് നല്ല വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ 2 വിസിൽ ഫുൾ ഫ്ലെയിമിലും 4 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വേവിക്കാം. ഓക്കെ, ഇനി ബാക്കി നമ്മൾ ചെയ്യുന്നത് ഒരു ബിരിയാണി പോട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് അതും കൂടി ചെയ്ത് തുടങ്ങാം സൈഡായിട്ട്. ഇതിലേക്ക് ഞാൻ വീണ്ടും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 സ്പൂണ് വെളിച്ചെണ്ണ ബിരിയാണി പോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറുവപ്പട്ടയും കറാമ്പൂവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 എണ്ണം വീതമാണ് ഞാൻ ചേർത്തുന്നത്. ഏലക്കായ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ, പക്ഷേ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിപ്പോവും. ബിരിയാണിയുള്ള അതേ ഒരു സെയിം ഇതൊക്കെ ആയിപ്പോവും. ഇത് ഇറച്ചിച്ചോറായതുകൊണ്ട് നമ്മൾ ഏലക്കായ ചേർത്തുന്നില്ല. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 20 ചെറിയുള്ളി നീളങ്ങനെ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ട്രാൻസ്പെറൻ്റ് ഒക്കെ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കതിലേക്ക് കറിയില ചേർത്താം. കറിയില നമ്മൾ നേരത്തെ ചേർത്തിയത് കൊണ്ട് ഇപ്പോൾ അധികമൊന്നും ചേർത്തണ്ട, ഒരു തണ്ടൊക്കെ ചേർത്തിയാൽ മതി. ഓക്കെ, പിന്നെ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം എല്ലാം കൂടി ചതച്ചതുണ്ടല്ലോ, കുറച്ച് മാറ്റി വെച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ അരിയാണ്. ഞാൻ ഇവിടെ കൈമേൻ്റെ അരിയാണ് എടുത്തത്. ഞാനൊരു 3 ഗ്ലാസ് കൈമേൻ്റെ അരി കഴുകി ഊറ്റി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേണ്ടത്. അപ്പോൾ വെള്ളം ചേർത്തതിൻ്റെ മുന്നേ നമ്മൾ വേവിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ലേശം വെള്ളം ഉണ്ട്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. അപ്പോൾ അതൊരു 1/4 ഗ്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 3 ഗ്ലാസ് അരിക്ക് എന്തായാലും 6 ഗ്ലാസ്സാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒരു 5.25 ഗ്ലാസ്സൊക്കെ ഇപ്പോൾ ചേർത്തുന്നുള്ളൂ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ അരി ഒട്ടിപ്പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുക. ശേഷം
ഒന്ന് ഉപ്പ് നോക്കുക. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഇറച്ചിച്ചോറ് ബിരിയാണിയിൽ നിന്നും ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചിക്കനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ്. ഏകദേശം ഒരു തമിഴ്നാടൊക്കെ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാവുക. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിന് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വേവിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം അരീൻ്റെ വേവ് പോലെ നന്നായി വേവിച്ചെടുക്കുക. അടച്ച് വേവിക്കുമ്പം ചെറുതായിട്ടൊന്ന് തള വന്ന് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അരി വല്ലാണ്ട് വേവാതെ നോക്കണം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഏകദേശം നമ്മൾ ചോറിൻ്റെ ഒക്കെ ഒരു വേവ് പോലെ, ബീഫ് ഓൾറെഡി വെന്തതാണല്ലോ, അപ്പോൾ ആ ചോറിൻ്റെ വേവ് പോലെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാം. എന്നിട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാൻ നേരം മാത്രം ഓപ്പൺ ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമ്മളെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്